നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചു വരുന്നത്. ഓരോ നക്ഷത്രക്കാരുടെയും ഫലത്തെ പറഞ്ഞു വരികയാണ്. അശ്വതി മുതൽ ഉത്തരം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ പൊതു സ്വഭാവം ഒന്ന് പറയാം. കാമി കുശലോ വാഗ്മി ചോരോ വിദ്വാൻ വിദേശ നിരതശ്ച ഉത്സാഹി നൃപതിഷ്ഠോ നിർദ്ദയ ലജ്ജോരിഹാർക്കഫേ ഭവതി എന്നാണ്. അതായത് അത്തം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ കാമശീലവും കൗശലവും വാക് സാമർഥ്യവും ശൗര്യവും വിദ്വത്വവും വിദേശവാസത്തിൽ താല്പര്യവും ഉള്ളതായും ഭവിക്കും. കൂടാതെ ഉത്സാഹശീലരായിട്ടും രാജപ്രിയരായിട്ടും ഭവിക്കും. അതോടൊപ്പം തന്നെ ലജ്ജയും ഭയവും ഇല്ലാത്തവരാകും. കൂടാതെ ശത്രുക്കളെ ഹനിക്കുന്നവരായിട്ടും ദയയില്ലാത്തവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് അത്ത നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. അത്ത നക്ഷത്രം കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രമാണ്, ഒരു മുഴുവൻ നക്ഷത്രമാണ്. അത്ത നക്ഷത്രക്കാരെ സംബന്ധിച്ച് വ്യാഴം 10-ലാണ്, ശനി 7-ലും രാഹു 6-ലുമായിട്ടാണ് വരുന്നത്. കേതു ആകട്ടെ 12-ാം ഭാവത്തിലുമാണ്. സമ്മിശ്രമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ തുടരുന്നതാണ് ഈ പുതുവർഷത്തിലും. പുതിയ തൊഴിലൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും പൂർണ്ണ തൃപ്തി ഉണ്ടാകണമെന്നില്ല. ഉദ്യോഗാർത്ഥികളായിട്ടുള്ളവർക്ക് തൊഴിലിടത്തിൽ പൂർണ്ണമായിട്ടുള്ള ഒരു സുഗമമായിട്ടുള്ള അധികാര പ്രാപ്തി ഉണ്ടാകണമെന്നില്ല. പ്രതീക്ഷിച്ച സ്ഥാനോന്നതിയും ലഭിക്കണമെന്നില്ല. വേതന കാര്യങ്ങളിലൊക്കെ അല്പമാത്രമായിട്ടെങ്കിലും ചിലപ്പോൾ വർധനവ് വന്നു എന്നിരിക്കാം. ബിസിനസ്സിലൊക്കെ തൽസ്ഥിതി തുടരുന്നതല്ലാതെ ലാഭം കൂടാൻ സാധ്യതയില്ല. നിലവിലെ സ്ഥിതിയൊക്കെ അതുപോലെ തുടരുക എന്ന് മാത്രമേ പറയാനാകൂ. പുതു സംരംഭങ്ങളൊക്കെ ഒരു പരീക്ഷണമായും ആരംഭമായും മാത്രം കണ്ടാൽ മതി. ശനി 7-ൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വിദേശ യാത്രയ്ക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് അതിന് സാധിക്കുന്നതാണ്. വിദേശത്തേക്ക് തൊഴിൽ കാര്യത്തിനോ പഠന കാര്യത്തിനോ ഒക്കെ പോകാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വീട് നിർമ്മാണത്തിന് തുടക്കം കുറിക്കാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും. അതേപോലെ തന്നെ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനും സാധ്യതയുണ്ട്. രാഹു 6-ാം ഭാവത്തിലുള്ളത് തന്നെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമത്തെയും കൊണ്ടുവന്നു എന്നിരിക്കാം. കൂടാതെ ശത്രുക്കളുടെ മേൽ വിജയം കൈവരിക്കാനും ഇത് സാഹചര്യമൊരുക്കുന്നതാണ്. പ്രണയം പോലുള്ള കാര്യങ്ങൾ നിലനിർത്തുക വളരെ ക്ലേശകരമായ അനുഭവത്തിൽ വന്നേക്കാം. ദാമ്പത്യ ജീവിതത്തിലും അത്തം നക്ഷത്രക്കാർക്ക് ചില അലോസരങ്ങൾ ഉണ്ടാകാം. സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൽ പൊതുവെ നോക്കുമ്പോൾ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. രോഗങ്ങൾ ഉണ്ടായിരുന്നവർക്ക് രോഗങ്ങളിൽ നിന്ന് വിമുക്തി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ്. അത്തം നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അത്തം നക്ഷത്രക്കാരെ കുറിച്ചൊരു സമ്പൂർണ്ണ അറിവ് ആ വീഡിയോയിലുണ്ട്. അത് നിങ്ങൾക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും. നന്ദി, നമസ്കാരം, ശുഭദിനം.